മഹാരാഷ്ട്രയുടെ 5ാമത്തെ സംസ്ഥാനം. അപ്പോൾ ഇതാണ് ഇൻട്രോ എവിടുന്നറിയോ? ഗോവയിൽ നിന്ന്. അതും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നമ്മൾ പോകണട്ടാണ്. അത് മാത്രമല്ല, ഗോവയിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. മഹാരാഷ്ട്ര ബോർഡർ കടന്നിട്ട് കണ്ടോ, പച്ച പുതച്ച് കിടക്കുന്ന എന്റെ അമ്മയുടെ അടുത്തൊരു സ്കൂളുണ്ടോ. എന്റെ അമ്മ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 11:15 അതാ ഗോവയിലെ മെയിൻ സ്റ്റേഷനായിട്ടുള്ള മഡ്ഗോണില് ഇവിടെ ഈ സീറ്റാണ് നമ്മൾ കയറും. ട്രെയിൻ പോകാൻ സമയമായിട്ടുണ്ട്. മഡ്ഗോൺ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് തീമാണ്. തീം കഴിഞ്ഞാലാണ് നമ്മൾ മുംബൈയിലേക്ക് തകർക്കും. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങള് ഗോവയിലെത്തിയിരിക്കുന്നു. നമ്മുടെ സൗത്ത് ഗോവയിലെ മെയിൻ സ്റ്റേഷനായിട്ടുള്ള എവിടെ പറഞ്ഞാൽ മഡ്ഗോണിലെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് തീമാണ്. തീം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലേക്കുള്ള എൻട്രി. ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ, നോക്കിക്കേ. നമുക്ക് എണീറ്റേക്കാം, ചിലപ്പോൾ തീർക്കും. അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്തൊരു യാത്രയിലാണ്. അത് മുംബൈയിലേക്കാണ്. ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് 3ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള മഹാരാഷ്ട്രയിലേക്കാണ്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് വ്യാഴാഴ്ച 11:20 നമ്മൾ തിരൂരിൽ നിന്ന് യാത്ര ചെയ്തിട്ടുള്ളത്. നമ്മളെ കേരള ടു മഹാരാഷ്ട്രയാണ്. അപ്പോൾ ആ സമയത്ത് നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇൻട്രോ എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇൻട്രോ എവിടുന്നറിയോ? ഗോവയിൽ നിന്ന്. അതും മഡ്ഗാവൺ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊരു ട്രെയിൻ പോകുന്നതിന് വേണ്ടിയിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഗോവയിലെ സ്റ്റേഷൻ തീമിലെത്തിക്കഴിഞ്ഞാൽ രത്നഗിരി കയറണം. മഹാരാഷ്ട്രയിലെ രത്നഗിരി കയറണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള സ്ഥലം പൻവേലാണ്. പൻവേൽ എത്തിക്കഴിഞ്ഞിട്ട് പൻവേലിൽ നിന്ന് വെർണാലയ്ക്കുള്ള ഒരു ട്രെയിൻ കയറാനുണ്ട്. അങ്ങനെ മഡ്ഗാവിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ട്രെയിൻ അതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇതെന്റെ 5ാമത്തെ സ്റ്റേറ്റാണ്. അതായത് നമ്മൾ തമിഴ്നാട് ഇവിടെ പോയി, തമിഴ്നാട്, പിന്നെ കേരള, ഗോവ, കർണാടക, യെസ്, നെക്സ്റ്റ് ആന്ധ്ര, ആന്ധ്രാപ്രദേശ് അല്ല, നെക്സ്റ്റ് മഹാരാഷ്ട്ര. ഫ്രണ്ട്സ്, ഇത് ഈ കാഴ്ച ഗോവയിൽ നിന്നാട്ടോ. ഇത് റെയിൽവേന്റെ മുകളിലൂടെ വളരെ വലിയൊരു ഫ്ലൈ ഓവറാണ്. നാഷണൽ ഹൈവേ തന്നെയാണ്. വീട്ടിലെ കാഴ്ച. ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ ഗോവയിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അഞ്ചാമത്തെ സംസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര ബോർഡർ കടന്നിട്ട് കണ്ടോ, സിന്ധുന്തർഗ് എന്നതെന്നാണോ വായിക്കുന്നത്, സിന്ധോർഗ് എന്ന് പറയുന്ന ഈ സ്ഥലത്തിലെത്തിയിരിക്കുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അങ്ങനെ തിരക്കാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ചൂസ് ചെയ്ത സമയം കേട്ടോ. പക്ഷെ ഒരു ഹോളിഡേയ്സ് തന്നെയാണ് നമ്മൾ പോകുന്നത്. വെള്ളി, ശനി, ഞായർ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. പക്ഷെ ഇതുവരെയും ഇത്ര നേരമായിട്ട് തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ സ്ലീപ്പറിൽ അങ്ങനെ കുത്തി കയറിയിട്ട് ആളുകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഇനി ബോംബെ നമുക്ക് പൻവേൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നിട്ടാ. ഇപ്പോൾ സിന്ധുന്തർഗിൽ എത്തിയിട്ട് മഹാരാഷ്ട്രയിലെ എൻ്റെ 5ാമത്തെ സംസ്ഥാനം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും നമ്മൾ പോകണട്ടാ. അത് മാത്രമല്ല, ഇന്റർനാഷണൽ ട്രിപ്പുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുക.
മക്കളെ മഹാരാഷ്ട്രയിൽ ഒരു സ്ഥാനം നമുക്ക് ഒരു രക്ഷയില്ല, കിട്ടുക്കാച്ച സാധനം മക്കളെ. വാവ്, പച്ച പുതച്ച് കിടക്കുന്ന എന്റെ അമ്മയുടെ അടുത്തൊരു സ്കൂളുണ്ടോ എന്റെ അമ്മ. മഹാരാഷ്ട്രയിലെ പടുകൂറ്റൻ മലനിരകൾ കണ്ടു തുടങ്ങിയിട്ട് എന്റെ മക്കളെ ഒരു രക്ഷയില്ല.